നന്മയും തിന്മയും കൂട്ടിക്കലർത്തിയവർ, ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നന്മ ചെയ്തവർ, സ്വകാര്യമായിരുന്നപ്പോൾ തെറ്റ് ചെയ്തവരാണ്. അവരുടെ കർമ്മങ്ങളാണ് ഊതി പറപ്പിക്കുന്ന തൂണികളാക്കി റബ്ബ് മാറ്റുന്നത്. എന്റെ ഉമ്മത്തെ, മൊബൈലിൽ ഇരുന്നു കൊണ്ട് വീടിന്റെ ഉള്ളിൽ ഇരുന്ന് തന്റെ റൂമിലിരുന്ന് ഹറാമ് കാണുന്നവരെ, ഹറാമ് കേൾക്കുന്നവരെ, ഹറാമിന്റെ ലോകത്ത് വിഹരിക്കുന്നവരെ, ഷോർട്സിന്റെയും റീൽസിന്റെയും ലോകത്ത് വിഹരിക്കുന്നവരെ, തന്റെ വീഡിയോകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ, ചിന്തിച്ചു നോക്കിക്കോ നിങ്ങൾ. അല്ലാഹ് ഹറാമാക്കിയതിനോടുള്ള നിലപാടെന്താ? അല്ലാഹ് നിഷിദ്ധമാക്കിയതിനോടുള്ള നിലപാടെന്താ? ഇസ്ലാം ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തിനോട് മുസ്ലിമേ നിന്റെ നിലപാടെന്താ? ആത്മാർത്ഥമായി ചിന്തിച്ചോ. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി, ആദ്യം എടുത്തത് മൊബൈലാണ്, കണ്ടത് സിനിമയാണ്, സീരിയലാണ്, തോന്നിവാസങ്ങളാണ്. റമദാനിന്റെ പകലുകളിൽ പോലും, റമദാനിന്റെ രാവുകളിൽ പോലും, റമദാൻ പുണ്യമാണെന്ന് പഠിപ്പിച്ച അവസാനത്തെ 10 പോലും മനുഷ്യന്മാരിന്ന് ഇതിന്റെ ലോകത്താണ്. ദിക്റുകളില്ല, ദുആകളില്ല, തസ്ബീഹുകളില്ല, തഹ്ലീലുകളില്ല, ജമാഅത്തിന്റെ പള്ളിയിലില്ല. ഇതിനൊന്നും നമുക്ക് നേരമില്ല. കാരണം നമ്മൾ മൊബൈലിന്റെ അകത്താണ്. മൊബൈലിൽ നമ്മൾ അഡിക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്റെ ഉമ്മത്തെ, നമ്മൾ മനസ്സിലാക്കിക്കോ. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ദിക്റിലേക്ക് ശ്രദ്ധ കൊടുക്ക്, ഒന്ന് ദുആയിലേക്ക് ശ്രദ്ധ കൊടുക്ക്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്ക്. എത്രയെത്ര മനോഹരമായ വചനങ്ങളതാ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ